വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട CPM-ൽ നേതൃത്വത്തിൻ്റെ സമവായ ശ്രമങ്ങളിലൂടെ ജില്ലാ സെക്രട്ടറിയായി മുൻ MLA രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തു. തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അച്ചടക്ക നടപടിയെ തുടർന്ന് നീക്കിയ ഫ്രാൻസിസ് വി ആൻ്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ് വി ആൻ്റണിയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തായാലും CPM-ൻ്റെ ജില്ലാ സമ്മേളനത്തിൽ നിലവിലുള്ള ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന് തലസ്ഥാനം നഷ്ടപ്പെടുന്നു. പകരം റാന്നിയുടെ മുൻ MLA ആയിട്ടുള്ള രാജു എബ്രഹാമാണ് പുതിയ ജില്ലാ സെക്രട്ടറി. എന്തായാലും ജില്ലാ സമ്മേളനത്തിൽ നിലവിലുണ്ടായിരുന്ന ഉദയഭാനുവും പുതിയ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാർലമെൻ്ററി രംഗത്ത് നിന്ന് സമ്പൂർണ്ണമായി സംഘടനാ രംഗത്തേക്ക് ഉള്ള പ്രവാസന കവാടമായിട്ടാണ് ഈ ജില്ലാ സെക്രട്ടറിഷിപ്പിനെ ഞാൻ കാണുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ, ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ, ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ, ലോക്കൽ കമ്മിറ്റിയുടെ അംഗം എന്ന നിലയിൽ താഴെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഉദയഭാനുസാവ് തുടങ്ങി വെച്ച സംഘടനാ പ്രവർത്തനത്തിൻ്റെ വലിയൊരു മാതൃകയുണ്ട്. അതിനോടൊന്നും ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ലെങ്കിൽ പോലും CPM ഇന്ന് ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ജനങ്ങളെ CPM-ലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം തന്നെയാണ് ഞങ്ങൾ ഈ ചുമതല എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയെ ഐക്യത്തോടുകൂടി കരുത്തോടുകൂടി കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റുമായി സഹകരിച്ച് ജനങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ശബരിമല ും അതുപോലെ തന്നെ ചെറുകോൽപ്പുഴയും ചന്ദനക്കുടവും എല്ലാം ഉള്ള മതസൗഹാർദ്ദത്തിൻ്റെ ജില്ലയാണ്. ആ മതസൗഹാർദ്ദം സമ്പൂർണ്ണമായി ഊട്ടിയുറപ്പിക്കുക. സംസ്ഥാനത്തെ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ മുഴുവൻ സേവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം ഞങ്ങൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഉദയഭാനു സഹോദരനെ പോലെ ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞിരുന്നു. എങ്കിലും പരമാവധി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം. നല്ല ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ യോഗ്യതയുള്ള അനേകം ആളുകൾ ജില്ലാ കമ്മിറ്റിക്ക് പുറത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഒരിക്കലും ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാലും സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പുതിയ തലമുറയെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് നമുക്ക് പ്രവർത്തനം മുന്നോട്ട് തീർച്ചയായിട്ടും നടത്തിയേ മതിയാവുകയുള്ളൂ. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ മറ്റ് RSS BJP പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ പശ്ചാത്തലം പരിശോധിക്കാതെ എടുക്കുന്ന എന്നൊരു വലിയ വിമർശനം വരുന്നുണ്ടല്ലോ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ എടുക്കുന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചിന്തയിലൊരു മാറ്റം ഉണ്ടാകും. ഞങ്ങളുടെ ഒരു പോളിസി എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ തെറ്റുകൾ തിരുത്തി കറക്റ്റ് ചെയ്ത് മികച്ച മനുഷ്യനാക്കി അവരെ മാറ്റുക എന്നുള്ള മാർക്സിസത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യ സ്നേഹമാണ് മാർക്സം ലെനിസം. മനുഷ്യസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും നല്ല മനുഷ്യരാക്കി മാറ്റുക. അതിനകത്ത് പലവിധ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ യേശുക്രിസ്തു തന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പഞ്ചായത്തിൽ ഇന്ന് ഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഒന്നൊഴികെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ വിജയം കാത്തുസൂക്ഷിക്കുക, കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും നമ്മുടെ വിജയത്തെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നത് പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിയുന്ന കഴിവുള്ള ജനപ്രതിനിധികളാണ്. അവർ വെട്ടിത്തെളി പുതുതായിട്ട് വരുന്നവർക്കും മുന്നോട്ട് പോകാൻ കഴിയും, ഒരു സംശയമില്ല. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പത്തനംതിട്ടയിൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളാണ് CPM നടത്തുന്നത്. അവിടെ വിഭാഗീയത രൂക്ഷമായിരുന്നു. തിരുവല്ല, അതേപോലെ തന്നെ കൊടുമൺ തുടങ്ങിയ ഏരിയ കമ്മിറ്റികളിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ തന്നെ നടന്നു. ഇപ്പോൾ ആ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒന്ന് അമർച്ച ചെയ്യുന്നതിന് വേണ്ടി തിരുവല്ലയിലെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഫ്രാൻസിസ് വി ആൻ്റണിയെ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു. അതേപോലെ തന്നെ KP ഉദയഭാനു ആയിരുന്നു നിലവിലുള്ള ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുന്നു. പകരം റാന്നിയുടെ മുൻ MLA, നിരവധി തവണ MLA ആയിട്ടും
ഒരു മന്ത്രി പോലും ആക്കാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന രാജു എബ്രഹാമിനെ ഇപ്പോൾ പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. ഉണ്ടാകും എന്നുള്ള സൂചന ലഭിച്ചപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് മത്സരം ഒഴിവാക്കി ഒരു സമവായത്തിലൂടെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടക്കം മുതലേ നടത്തിയിരുന്നു. വിഭാഗീയത രൂക്ഷമാണ് പത്തനംതിട്ടയിൽ. CPM-നുള്ളിൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിഭാഗീയതകൾക്ക് ശമനം ഉണ്ടാക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇതിന് സംസ്ഥാന നേതൃത്വത്തിന് വലിയ അധ്വാനവും വേണ്ടി വന്നു. ആ സമവായ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് 25 വർഷം MLA ആയിട്ടിരുന്ന റാന്നി മുൻ MLA രാജു എബ്രഹാമിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജില്ലാ സമിതി അംഗമാണ് രാജു എബ്രഹാം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PB ഹർഷകുമാർ, TD ബൈജു, R സനൽകുമാർ, A പത്മകുമാർ തുടങ്ങിയവരുടെ പേരുകളാണ് ഈ സംസ്ഥാന ജില്ലാ സമ്മേളനം തുടങ്ങിയ സമയം മുതൽ തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ഈ ഓരോ ആളുകളുടെയും പേരുകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഓരോ ആളുകളുടെയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള എല്ലാവരുടെയും പക്ഷം പിടിച്ചുകൊണ്ട് പ്രതിനിധികളും പ്രവർത്തകരും രംഗത്തെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തർക്കം മൂക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തുടക്കം മുതൽ തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കി സമവായത്തിലൂടെ ഒരാളെ കണ്ടെത്താനുള്ള ശ്രമം സംസ്ഥാന നേതൃത്വം നടത്തുകയായിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ വളരെ വലിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അടൂർ ലോബി പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ എല്ലാ നേതൃസ്ഥാനങ്ങളും കൈയടക്കി വെക്കുകയാണ്, ഹൈജാക്ക് ചെയ്യുകയാണ് എന്നുള്ള ഒരു ആരോപണമായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. അത് CPM-ന്റെ നേതൃത്വങ്ങൾ മാത്രമല്ല, CPM-ന്റെ പോഷക സംഘടനകളെയും DYFI, SFI ഉൾപ്പെടെയുള്ള മറ്റ് പോഷക സംഘടനകളുടെ എല്ലാം ഭാരവാഹിത്വം നേതൃസ്ഥാനങ്ങൾ അടൂരിൽ നിന്നുള്ള ലോബികൾ കൈയടക്കി വെക്കുന്നു, ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമായിരുന്നു ഒരു വിഭാഗം പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ ഉയർത്തിയത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം ഉയരുകയും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചേർതിരിഞ്ഞുകൊണ്ടുള്ള വാക്ക് തർക്കത്തിലേക്കും ബഹളത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നതിന് സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് അടൂരിൽ നിന്നുള്ള ഒരാളെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വിഭാഗീയ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുന്നതിനുള്ള കാരണമായേക്കും. അതുകൊണ്ട് മറ്റ് ആളുകളെല്ലാം ഈ രാജു എബ്രഹാം ഒഴികെ ഉയർന്നു വന്ന മറ്റു പേരുകൾ എല്ലാം അടൂരിൽ നിന്നുള്ള ആളുകളുമാണ്. അതുകൊണ്ട് ഈ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് രാജു എബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സമവായ ശ്രമങ്ങളിലൂടെ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവല്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് അച്ചടക്ക നടപടി നേരിട്ട് തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത ഫ്രാൻസിസ് V ആന്റണിയെ വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇദ്ദേഹം. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നുമായിരുന്നു ഇദ്ദേഹത്തെ അച്ചടക്ക നടപടിയിലൂടെ നേരത്തെ നീക്കം ചെയ്തത്. അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവല്ലയിലെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ, അതിൽ പ്രധാനമായിട്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു എന്നുള്ള ആരോപണമായിരുന്നു സംസ്ഥാന. പത്തനംതിട്ടയിലാണ് സമവായത്തിലൂടെ പുതിയ ജില്ലാ സെക്രട്ടറിയെ CPM തെരഞ്ഞെടുക്കുന്നത്. റാന്നി മുൻ MLA രാജു എബ്രഹാമാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലയുടെ പുതിയ ജില്ലാ സെക്രട്ടറി. തിരുവല്ലയിലെ മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.